നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ആചാര്യന്മാർ ആരാണ്? ഋഷിമാരുടെയും മുനിമാരുടെയും വാക്യങ്ങൾ പഠിച്ച് കാലത്തിനനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നവരാണ് ആചാര്യന്മാർ. ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്നവരും ആരാധന, പൂജ എന്നിവയിലൂടെ മോക്ഷം പ്രാപിക്കുന്നവരുമാണ് ഇവർ. പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിക്കുമ്പോൾ അർത്ഥമറിഞ്ഞു ചൊല്ലാൻ ശ്രമിക്കുക. ഒപ്പം വാക്കുകൾ തെറ്റില്ലാതെ ഉച്ചരിക്കാനും ശീലിക്കുക. ഇന്ദ്രനാകാൻ തപം ചെയ്തു നിദ്ര ചോദിച്ചു വാങ്ങിയ കുംഭകർണന്റെ അവസ്ഥയ്ക്കു കാരണം നാവുപിഴവാണ്. അതിനാൽ നാമജപവേളയിൽ ശ്രദ്ധ ദീപനാളത്തിലോ ഈശ്വര സ്വരൂപത്തിലോ കേന്ദ്രീകരിക്കുക. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. കൃഷ്ണ നാരായണ ശ്രീഹരേ ജനാർദ്ദന രേവതി സാനുജ മാ പാഹി 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 ശ്രീഹരേ ജനാർദ്ദന ജനാർദ്ദന രേവതി സാനുജ മാ പാഹി ശ്രീഹരേ ജനാർദ്ദന श्री गुरु पवन पुरालय सदन श्री गुरु पवन पुरालय सदन गोकुल बाल सुधा
പാഹി ശ്രീഹരേ 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 ജനാർദ്ദന ജനാർദ്ദന ജയ ജനാർദ്ദന കൃഷ്ണ. ഭഗവത്ഗീത എന്ന് കേട്ടാൽ നമുക്കറിയാം കൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശമാണത്. അതേ മാതൃക അവലംബിച്ച് രചിക്കപ്പെട്ട കൃതിയാണ് ശ്രീമദ് അയ്യപ്പഗീത. അയ്യപ്പഗീതയെക്കുറിച്ച് കൂടുതൽ അറിയാം ഇന്നത്തെ കഥയമ്മയിലൂടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മലയാളികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, കേരളത്തിൻ്റെ അഭിമാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു മൂർത്തിയുണ്ട്. കേരളത്തിൻ്റെ മുഴുവൻ ധർമ്മത്തെയും സദാസമയം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, 18 മലകളുടെയും 18 പടിയുടെയും മുകളിൽ സാന്നിധ്യം ചെയ്യുന്ന സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹത്തെ ആചരിക്കാനും ഭഗവാനെ മനസ്സിലാക്കാനും ഉപയോഗിക്കാവുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമ്മയുടെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊന്നും തന്നെയല്ല, അയ്യപ്പഗീതയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നോക്കൂ, നമുക്ക് നിരവധിയായിട്ടുള്ള ഗീതകൾ ഇന്ന് ഭാരതീയ സംസ്കാരത്തിലുണ്ട്. പൊതുവിൽ ഗീത എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ അർജുനന് കുരുക്ഷേത്രത്തിൽ വെച്ച് ഉപദേശിച്ച ശ്രീമദ് ഭഗവത്ഗീതയാണ്. മഹാഭാരതത്തിൽ വരുന്ന ആ ഭാഗം. ആ ഭാഗത്തിലുള്ള ഗീതയല്ലാതെ തന്നെ നിരവധിയായിട്ടുള്ള ഗീതകൾ ഭാരതീയ പാരമ്പര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ചണ്ടാള ഗീത എന്ന് പറഞ്ഞിട്ടൊരു ഗീതയുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ഉദ്ധവന് ഉപദേശിക്കുന്ന ഉദ്ധവ ഗീതയുണ്ട്. ഗോപികമാരുടെ ഒരു ഗോപികാ ഗീത ഉണ്ട്. ഇങ്ങനെ ഗീതയ്ക്ക് യാതൊരു തരത്തിലുള്ള കുറവും ഭാരതീയ ധർമ്മത്തിലില്ല. അപ്പം ഭഗവാൻ തന്നെ അർജുനന് പിന്നീട് ഉപദേശിക്കുന്ന അനുഗീതയുണ്ട്. നിരവധിയായിട്ടുള്ള ഗീതകളുണ്ട്. ഇതൊക്കെ തന്നെ ഒരു ചോദ്യോത്തര രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആത്യന്തികമായിട്ടുള്ള ബ്രഹ്മവിദ്യയാണ് ഓരോ ഗീതയിലും പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഗീതയാണെങ്കിലും, പ്രത്യേകിച്ച് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഗീത എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ ധർമ്മത്തിൻ്റെ സ്വരൂപമാണ്. ധർമ്മം ശാസനയിലൂടെ പഠിപ്പിക്കുന്നവനാണ് ധർമ്മശാസ്താവ്. അദ്ദേഹം ഗുരുനാഥനാണ്. യഥാർത്ഥത്തിൽ സ്വാമി അയ്യപ്പൻ്റെ ഭാവം എന്ന് പറയുന്നത് ഗുരുനാഥ ഭാവമാണ്. അദ്ദേഹം എല്ലാവരെയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചര്യ പഠിപ്പിക്കും, ശീലം പഠിപ്പിക്കും എന്നാണ്. ആ ഭഗവാൻ തൻ്റെ ഉത്തമയായിട്ടുള്ള ഭക്തയായിട്ടുള്ള ശബരി എന്ന് വിളിക്കപ്പെടുന്ന താപസകന്യകയ്ക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് അയ്യപ്പഗീത എന്ന് പറയുന്ന ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രചിച്ചിട്ടുള്ളത് സ്വാമി അച്യുതാനന്ദജി മഹാരാജാണ്. ഇതിൻ്റെ മലയാളത്തിലുള്ള വിവർത്തനം ചെയ്തിട്ടുള്ളത് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും, ഈ രണ്ട് മഹാത്മാക്കളുടെയും കാലിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അവരുടെ ഒരു പരിശ്രമം കൊണ്ടാണ് ഭഗവാന്റെ ഈ ഗീതയെ നമുക്ക് ഇന്ന് സുലഭമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിട്ടുള്ളത്. 18 അധ്യായങ്ങളാണ് ഈ അയ്യപ്പ ഗീതയിൽ വരുന്നത്. 18 എന്ന് വിളിക്കപ്പെടുന്ന സംഖ്യ ഭഗവാനുമായിട്ട് എത്രത്തോളം അടുത്ത് കിടക്കുന്നതാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ 18 അധ്യായങ്ങളിലായി തൻ്റെ ഭക്തയായിട്ടുള്ള ശബരിക്ക് ധർമ്മോപദേശം ചെയ്യുന്ന ഭഗവാനെയാണ് അയ്യപ്പഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് അയ്യപ്പഗീതയിലൂടെ ഭഗവാൻ ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്ന തത്വം? അത് മറ്റൊന്നും തന്നെയല്ല, ഭഗവാന്റെ ആ ഏറ്റവും വിശേഷപ്പെട്ട വേദസത്തായിട്ടുള്ള മുദ്രാവാക്യം, സാക്ഷാൽ വേദവാക്യമായിട്ടുള്ള തത്വമസി എന്നുള്ള വേദവാക്യത്തെ, ഉപനിഷത്ത് തത്വത്തെ തന്നെയാണ് ആത്യന്തികമായി ശബരിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ശബരിയിലുള്ളതും ഭഗവാനിലുള്ളതും ഒരേ ചൈതന്യം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ശബരിക്ക് ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് അയ്യപ്പഗീതയുടെ ഒരു ചുരുക്കം. 1-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ജീവചരിത്രം ലഘുവായിട്ട് സ്വാമി വിവരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പന്തള രാജാവിന് ഭഗവാനെ പമ്പാ നദിക്കരയിൽ നിന്ന് കിട്ടുന്നതും, ഭഗവാൻ വില്ലാളി വീരനായിട്ട് പന്തളത്ത് വളരുന്നതും, തൻ്റെ അമ്മയുടെ വയറുവേദന പരിഹരിക്കാനായിട്ട് ഭഗവാൻ വനത്തിലേക്ക് പോകുന്നതും, മഹിഷിയെ നിഗ്രഹിക്കുന്നതും, പുലികളുമായിട്ട് തിരിച്ചു വരുന്നതും,
ഭഗവാൻ അന്തർധാനം ചെയ്യുന്നതൊക്കെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം 2ാമത്തെ അധ്യായം മുതലാണ് ഈ ശബരിക്കുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ തുടങ്ങുന്നത്. ശബരി നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ രാമായണത്തിലെ ശബരിയാണ് എന്ന് സ്വാമി തറപ്പിച്ച് പറയുന്നൊന്നുമില്ല. ഒരു ശാബര സ്ത്രീ, ഒരു വനവാസിയായിട്ടുള്ള താപസിയായിട്ടുള്ള സ്ത്രീ ഭഗവാനിൽ നിന്ന് പഠിക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടി ഭഗവാനെ തപസ്സനുഷ്ഠിക്കുകയും അവരുടെ മുമ്പിൽ ശ്രീ ധർമ്മശാസ്താവായിട്ടുള്ള ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ധർമ്മോപദേശം ചെയ്യുന്നതുമായിട്ടാണ് ശേഷമുള്ള 17 അധ്യായങ്ങൾ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരയ്യപ്പ ഭക്തൻ എന്തൊക്കെയാണോ തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് അത് മുഴുവൻ സ്വാമി ധർമ്മശാസ്താവ് തന്നെ പറഞ്ഞു തരുന്ന ഭാവത്തിൽ അയ്യപ്പ ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും. തത്വമസിയാണ് അതിൻ്റെ സാരാംശം എന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ പോലും നമ്മുടെ കർമ്മം എങ്ങനെയായിരിക്കണം, ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ എങ്ങനെയാണ് നമ്മൾ തിരിക്കേണ്ടത്, അയ്യപ്പസ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ചൈതന്യത്തിൻ്റെ ഏറ്റവും തത്വചിന്താപരമായിട്ടുള്ള ഒരു രൂപം എന്താണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും 17 അധ്യായത്തിൽ അയ്യപ്പ ഗീതയിൽ വിശദമായിട്ട് ശബരിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോക്കൂ, ആരാണ് ഉപദേശിക്കുന്നത്? സാക്ഷാൽ ധർമ്മശാസ്താവാണ് ഉപദേശിക്കുന്നത്. ആരാണ് കേൾക്കുന്നത്? നമ്മൾ ഇന്ന് പറയപ്പെടുന്ന ഈ സനാതനധർമ്മത്തെ വിമർശിക്കാനായിട്ട് പല ആളുകളും ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്ന ഈ ജാതി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അതിൽ തന്നെ ഏറ്റവും താഴേക്കിടയിൽ എന്ന് പറയപ്പെടുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, സമൂഹത്തിൽ എല്ലാവരും ഒരു കാലത്ത് മാറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗത്തിലെ ഒരാൾക്കാണ് ഭഗവാൻ അയ്യപ്പ ഗീത ഉപദേശിക്കുന്നത്. കഴിഞ്ഞില്ല, ഭഗവാൻ ഉപദേശിക്കുന്നത് ഒരു സ്ത്രീക്കാണ്. അത് ജാതി ആയിക്കോട്ടെ, ലിംഗമായിക്കോട്ടെ, ഇതൊന്നും തന്നെ വിദ്യ നേടാൻ ഒരു വിലങ്ങുതടിയല്ല എന്നുകൂടി അയ്യപ്പ ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നു. ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഏത് കുലത്തിൽ ജനിച്ചവളായിക്കോട്ടെ, എൻ്റെ മുമ്പിൽ അവരൊക്കെ സമന്മാരാണ് എന്ന് ഭഗവാൻ അയ്യപ്പ ഗീതയിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ആ രംഗം, ശബരിക്ക് ഭഗവാൻ ആ ഗീത ഉപദേശിച്ചു കൊടുക്കുന്ന രംഗം മനസ്സിൽ കണ്ടാൽ തന്നെ ബോധ്യമാവും. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ജ്ഞാനസമ്പത്ത് അത്യധികം അടങ്ങിയിട്ടുള്ള അയ്യപ്പ ഗീതയെ സാധിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉപാസനാമാർഗമായിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ തൃക്കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് കണ്ണമ്പ്ര വേലയാണ്. പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര ശ്രീ കുരുമ്പ ക്ഷേത്രത്തിലെ ഉത്സവം. വിഷു കഴിഞ്ഞ് 41ാം നാൾ നടക്കുന്ന ഈ തിരുവുത്സവത്തിന് ചക്കവേല എന്നൊരു പേരുകൂടിയുണ്ട്. ജാതിമത ഭേദമന്യേ നാട്ടുകാർ ഒന്നിച്ചു നടത്തുന്ന ഈ ആഘോഷത്തിൽ ഋഷി നാരദമംഗലം വിഷ്ണു ക്ഷേത്രം, കണ്ണമ്പ്ര ശിവക്ഷേത്രം, കുരുമ്പ ഭഗവതി ക്ഷേത്രം എന്നിവ പങ്കാളികളാകും. ഇനി നമുക്ക് ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. നെയ്യാറ്റിൻകര, പാറശാല, കന്യാകുമാരി എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം ഒരു കാലത്ത് വൈഷ്ണവരുടെയും ശൈവരുടെയും സങ്കേതമായിരുന്നു. മത്സരബുദ്ധിയോടെ ജീവിച്ചിരുന്ന ഈ ജനസമൂഹത്തിന്റെ പരസ്പര സ്പർദ്ധ അവസാനിച്ചതിന്റെ അടയാളമായി ഇന്നും തുടരുന്ന ചടങ്ങാണ് കന്യാകുമാരി ജില്ലയിലെ ശിവാലയ ഓട്ടം. അണിജടയിൽ അമ്പിളിക്കലയിൽ നിന്നുലകിൻ്റെ അഴൽ തീർക്കും പൂനിലാവിൻ പാലൊഴുകുന്നു. ആദിമധ്യാന്തങ്ങളാ നട കാത്തു നിൽക്കുന്നു. ഈ രണ്ട് വിഭാഗക്കാരും പ്രബലമായിരുന്ന കാലത്തിന്റെ തിരിശേഷിപ്പുകളാണ് ഈ പ്രദേശങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന പ്രാചീനമായ വിഷ്ണു ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും. അത്തരത്തിൽ തന്നെയുള്ള പഴമ അവകാശപ്പെടാവുന്ന ക്ഷേത്രമാണ് പൂവളശ്ശേരി മഹാദേവ ക്ഷേത്രം. നമ ശിവായ ജപിച്ചു നാഗത്തളകൾ മിന്നും തൃക്കാൽക്കൽ ഞാനുമൊരു തരി ഭസ്മമായി ചേർന്നലിയേണം. നമ ശിവായ ജപിച്ചു നാഗത്തളകൾ മിന്നും തൃക്കാൽക്കൽ ഞാനുമൊരു തരി ഭസ്മമായി
ചേർന്നലിയേണം. പഴയ നെയ്യാറ്റിൻകര താലൂക്കിൽ ഉൾപ്പെട്ടതും ഇന്ന് കാട്ടാക്കട താലൂക്കിന്റെ ഭാഗമായതുമായ മാറനല്ലൂർ വില്ലേജിൽ ഉൾപ്പെട്ട കൂവളശ്ശേരി എന്ന പ്രദേശത്താണ് ഈ പ്രാചീന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ മഹാക്ഷേത്രങ്ങളിൽ ശിലാക്ഷേത്രമായ കൂവളശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ വളരെ ശാന്തസ്വരൂപനാണ്. രത്നൈഃ കൽപ്പിതമാനസം ഹിമജലൈഃ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതീചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതുന്ന കൂവളം ധാരാളമായി ഉണ്ടായിരുന്ന പ്രദേശമായതിനാലാണ് കൂവളശ്ശേരി എന്ന നാമം ഈ പ്രദേശത്തിനുണ്ടായത് എന്ന് കരുതപ്പെടുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിമാരുടെ മഠമായ മുഞ്ചിറ മഠത്തിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം. 900 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇത് മുഞ്ചിറ മഠം സ്വാമിയാരുടെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത്. മുഞ്ചിറ മഠം സ്വാമിയാരെന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമികളിൽപ്പെട്ട ഒരാളാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2 പുഷ്പാഞ്ജലി സ്വാമിമാരുണ്ട്. ഒരാൾ മുഞ്ചിറ മഠം പ്രതിനിധിയും ഒരാൾ തൃശ്ശൂർ ബ്രഹ്മസമഠത്തിലെ സ്വാമിയാരുമാണ്. നാനാരത്നവിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതീചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ. ഈ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച വിശാലമായ പറമ്പുകളും മറ്റും രാജാവ് എഴുതി നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രഭരണം ആദ്യകാലങ്ങളിൽ മഠം നേരിട്ട് നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് മഠത്തിന്റെ പ്രതിനിധികളായിരുന്നു കാര്യക്കാർ. ക്ഷേത്രകാര്യങ്ങൾ നിറവേറ്റുന്നതിലുള്ള അശ്രദ്ധ മൂലം കാലക്രമത്തിൽ വിശാലമായ ക്ഷേത്ര സ്വത്തുക്കളിൽ നല്ലൊരു ഭാഗം അന്യാധീനപ്പെടുകയും ക്ഷേത്രം നിത്യപൂജകൾക്ക് പോലും വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ 1974 പ്രദേശവാസികളുടെ പ്രതിനിധികൾ മുഞ്ചിറ മഠം സന്ദർശിക്കുകയും ക്ഷേത്രഭരണ ചുമതലയും ഉത്സവം നടത്താനുള്ള അധികാരവും എഴുതി വാങ്ങുകയും ചെയ്തു. അതേ തുടർന്ന് ചില പുനരുദ്ധാരണ ചടങ്ങുകൾ നടക്കുകയും ഉത്സവം കൊണ്ടാടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഈ ക്ഷേത്രം പൂർവകാല പ്രതാപം വീണ്ടെടുത്തു. സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം. ആദ്യകാലങ്ങളിൽ ക്ഷേത്രത്തിലെ ചിലവുകൾക്കായി ജന്മികരം എന്ന നിലയിൽ 2479 രൂപ മഠം അനുവദിച്ചിരുന്നുവെങ്കിലും കാലക്രമത്തിൽ അത് അവസാനിപ്പിച്ചു. ഏതാണ്ട് 2 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത്. ഗണപതിയാണ് ഇവിടെ മുഖ്യമായ ഉപദേവത. ഹനുമാനെ പരദേവ സങ്കല്പത്തിൽ പൂജിച്ചു വരുന്നു. ഭഗവാന്റെ ശിരസിനോട് ചേർന്ന് മേൽക്കുളവും ഭഗവാന്റെ കിഴക്ക് ഭാഗത്തായി കിടക്കുന്ന കീഴ്ക്കുളവും വളരെ പ്രശസ്തമാണ്. അങ്ങനെ 2 കുളങ്ങളുള്ള താഴെയും മുകളിലുമായി കുളമുള്ള അമ്പലം വളരെ കുറവാണ്. അപ്പോൾ മുകളിലെ അമ്പലത്തിലെ ഗംഗാതീർത്ഥമായിട്ടും ഇത് ഭഗവാന്റെ ക്ഷേത്രത്തിലെ പൂജകൾക്കായി താമര എടുക്കുന്നതിന് വേണ്ടിയുള്ള കുളമായും ഇതിനെ പരിഭാഷിച്ചു പോരുന്നു. ഹരപുരുഷോത്തമ അദ്വൈതാമൃത മുരരിപുസേവ്യ മൃഡേശ ശിവഹരാ ലാളിത ഭക്ത ജനേശ്വര കാളി നത ജന പൂജിത നാഥ ശിവഹരാ. 1997 മുതൽ ക്ഷേത്രഭരണം നടത്തിവരുന്നത് കൂവളശ്ശേരി മഹാദേവ ട്രസ്റ്റാണ്. കുംഭത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടത്തപ്പെടുന്നത്.
സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ. ശാന്തമായ ഗ്രാമാന്തരീക്ഷവും വട്ടശ്രീകോവിലും പ്രാചീനത തളം കെട്ടി നിൽക്കുന്ന പ്രദക്ഷിണ വഴിയും എല്ലാം ഇവിടെ എത്തുന്ന ഭക്തരെ ആത്മീയമായ നിർവൃതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ. സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ. ഓം സാരമാം തപസിദ്ധിയായി പാർവതി കാന്തനായി നീ ലോകം മംഗളകരമാകാ വേലായുധനുദിതാവായി. ഓം സാരമാം തപസിദ്ധിയായി പാർവതി കാന്തനായി നീ ലോകം മംഗളകരമാകാ വേലായുധനുദിതാവായി. ആത്മാവിൻ്റെ വാഹനമാണ് ശരീരം. ഒരു ലൗകികൻ അതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മോക്ഷമാണ് ലക്ഷ്യമെങ്കിലും ശാരീരിക ആരോഗ്യത്തെയും പരിപാലിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.